എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSC ഇന്ന് 22/8/2024 നടത്തിയ ലബോറട്ടറി അറ്റൻഡർ പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 112/2024. നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരങ്ങളൊന്ന് പരിശോധിക്കാം. ആദ്യത്തെ ചോദ്യം, താഴെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി കണ്ടെത്തുക. ഡോക്ടർ ഹെർമൻ ഗുണ്ടർട്ട് മലയാള രാജ്യം, ഫാദർ ക്ലെമന്റ് സംക്ഷേപ വേദാർത്ഥം, അർണോസ് പാതിരി ക്രിസ്തു സഭാചരിത്രം, പാറേമാക്കൽ തോമാ കത്തനാർ വർത്തമാന പുസ്തകം. തെറ്റായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ സി, അർണോസ് പാതിരി ക്രിസ്തു സഭാചരിത്രം എന്നതാണ് തെറ്റായ ജോഡി. ക്രിസ്തു സഭാചരിത്രം ഹെർമൻ ഗുണ്ടർട്ടിൻ്റെ രചനയാണ്. താഴെ തന്നിട്ടുള്ളവയിൽ കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്തുക. ഗുരുവായൂർ സത്യാഗ്രഹം, പാലിയം സത്യാഗ്രഹം, ചാന്നാർ കലാപം, കുട്ടംകുളം സമരം. കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്തുക. ഓപ്ഷൻ എ 3-1-4-2. ചാന്നാർ കലാപം, ഗുരുവായൂർ സത്യാഗ്രഹം, കുട്ടംകുളം സമരം, പാലിയം സത്യാഗ്രഹം. ഇങ്ങനെയാണ് ക്രമം വരുന്നത്. ചേരുംപടി ചേർക്കുക. 1857 കലാപസ്ഥലം ബറേലി, ബറോട്ട് പർഗാന, ഫൈസാബാദ്, ബീഹാർ. നേതാക്കൾ ഷാമൽ ഖാൻ ബഹദൂർ, ബീഗം ഹസ്രത്ത് മഹൽ, മൗലവി അഹമ്മദുള്ള, കൻവർ സിംഗ്. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത്. 1-2 ബറേലി, ഖാൻ ബഹദൂർ. 2-1 ബറോട്ട് പർഖാന, ഷാമൽ. 3-4 ഫൈസാബാദ്, മൗലവി അഹമ്മദുള്ള. 4-5 ബീഹാർ, കൻവർ സിംഗ്. മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം. സൂററ്റ് സമ്മേളനം 1907, ലക്നൗ സമ്മേളനം 1916, ബൽഗാം സമ്മേളനം 1924, ഹരിപുര സമ്മേളനം 1938. മഹാത്മാഗാന്ധി അധ്യക്ഷത വഹിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം. ഓപ്ഷൻ സി, ബൽഗാം സമ്മേളനം 1924. 1907 സൂററ്റ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ റാഷ് ബിഹാരി ഘോഷും. ലക്നൗ സമ്മേളനം 1916 ലക്നൗ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ അംബിക ചരൺ മജുംദാറും. 1938 ഹരിപുര സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ സുഭാഷ് ചന്ദ്രബോസുമായിരുന്നു. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഈ മുദ്രാവാക്യം ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. ഓപ്ഷൻ ഡി, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി സ്വന്തമാക്കിയ നഗരം. ഇന്ത്യയിൽ ആദ്യമായി യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ചത് ഓപ്ഷൻ ബി, കോഴിക്കോടിനാണ്. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രത്യേകതകൾ കണ്ടെത്തുക. സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലാണ്. ഭൂഗർഭജലം, പ്രകൃതി വിഭവങ്ങൾ, ഭൂവിനിയോഗം എന്നീ വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്നു. സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് 900 കിലോമീറ്റർ ഉയരത്തിലാണ്. വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കുന്നതിനും പ്രയോജനപ്പെടുത്തുന്നു. പ്രത്യേകതകൾ കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത്. 1-4 ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ പ്രത്യേകതകൾ. ബ്രഹ്മപുത്രയുടെ പോഷക നദികളിൽ ശരിയായ ജോഡി ഏത്? ബ്രഹ്മപുത്രയുടെ പോഷക നദികളിൽ ശരിയായ ജോഡി ഓപ്ഷൻ എ, മാനസ് സുബൻസിരി. ഭവാനി പുഴയിൽ എത്തിച്ചേരുന്ന കൊടുങ്ങരപ്പള്ളം പുഴ ഒഴുകുന്ന പ്രദേശം. കൊടുങ്ങരപ്പള്ളം പുഴ ഒഴുകുന്ന പ്രദേശം ഓപ്ഷൻ സി, അട്ടപ്പാടി. താഴെ പറയുന്നവയിൽ ക്യുമുലസ് മേഘങ്ങളുടെ പ്രത്യേകത അല്ലെങ്കിൽ പ്രത്യേകതകൾ കണ്ടെത്തുക. താഴ്ന്ന വിതാനത്തിൽ കാണപ്പെടുന്ന ഇരുണ്ട മേഘങ്ങൾ ഉയർന്ന സംവഹന പ്രവാഹ ഫലമായി രൂപം കൊള്ളുന്നു. തെളിഞ്ഞ ദിനാന്തരീക്ഷത്തിൽ വളരെ ഉയരത്തിൽ പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നു. സൂര്യപ്രകാശത്തെ കടത്തിവിടാതെ ഇരുണ്ട നിറത്തിൽ കാണപ്പെടുന്നു. ക്യുമുലസ് മേഘങ്ങളുടെ പ്രത്യേകത ഓപ്ഷൻ ഡി, 3 മാത്രം. തെളിഞ്ഞ ദിനാന്തരീക്ഷത്തിൽ വളരെ ഉയരത്തിൽ പഞ്ഞിക്കെട്ടുകൾ പോലെ കാണപ്പെടുന്നു. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാലം. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ പാലം ഓപ്ഷൻ എ, ഭുവൻ ഹസാരിക സേതു. ചുഴലിക്കാറ്റുകളും പേര് നൽകിയ രാജ്യങ്ങളും ശരിയായ ജോഡി കണ്ടെത്തുക. ചുഴലിക്കാറ്റുകൾ താനെ നിഷ, രശ്മി മാല, വാർദ ജവാദ്, ഫാനുസ് നിവർ. പേര് നൽകിയ രാജ്യം മ്യാൻമർ, ശ്രീലങ്ക, സൗദി അറേബ്യ, ഇറാൻ. ഓപ്ഷൻ ബി, രശ്മി മാല, ശ്രീലങ്ക.
1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം? ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും, ആഗോളവൽക്കരണം, ദേശസാൽക്കരണം. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഓൺലി 1 and 2. ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും ആഗോളവൽക്കരണവും. നബാർഡ് സ്ഥാപിതമായ വർഷം. നബാർഡ് സ്ഥാപിതമായത് ഓപ്ഷൻ എ 1982. ഹരിതവിപ്ലവത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തതേത്? അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങളുടെ ഉപയോഗം, യന്ത്രവൽക്കരണം, കർഷകരുടെ കുടിയേറ്റം. ഹരിതവിപ്ലവത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ ഡി കർഷകരുടെ കുടിയേറ്റം. കൽക്കരി നിക്ഷേപം ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലെ സംസ്ഥാനം. കൽക്കരി നിക്ഷേപം ഏറ്റവും കൂടുതലുള്ളത് ഓപ്ഷൻ ഡി ജാർഖണ്ഡ്. 1991 പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കിയപ്പോൾ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ സി ഡോക്ടർ മൻമോഹൻ സിംഗ്. ഇപ്പോഴത്തെ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് സഹമന്ത്രി. ഓപ്ഷൻ ബി പങ്കജ് ചൗധരി. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സൂചികയുടെ പേരെന്താണ്? നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഓപ്ഷൻ സി നിഫ്റ്റി. താഴെ പറയുന്ന അവകാശങ്ങളിൽ കോടതി മുഖേന പൗരന് സ്ഥാപിച്ചു കിട്ടുന്ന അവകാശം ഏത്? ഓപ്ഷൻ ഡി സമാധാനപരമായി യോഗം ചേരാനുള്ള അവകാശം. നിയമനിർമ്മാണത്തിനുള്ള അധികാരം പാർലമെൻറ്റിനാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? നിയമനിർമ്മാണത്തിൽ രാജ്യസഭയ്ക്കും ലോക്സഭയ്ക്കും തുല്യ അധികാരമാണ്. ധനകാര്യ ബില്ലുകൾ ആരംഭിക്കുന്നത് രാജ്യസഭയിലായിരിക്കും. നിയമനിർമ്മാണത്തിൽ രാഷ്ട്രപതിക്ക് പരിമിതമായ വീറ്റോ അധികാരമുണ്ട്. ശരിയായത് ഏതെല്ലാം? ഓപ്ഷൻ എ 1ഉം 3ഉം മാത്രമാണ് ശരിയായത്. താഴെ പറയുന്ന സംസ്ഥാനങ്ങളിൽ ദ്വിമണ്ഡല സമ്പ്രദായം നിലനിൽക്കുന്ന സംസ്ഥാനം ഏത്? ദ്വിമണ്ഡല സമ്പ്രദായം നിലനിൽക്കുന്ന സംസ്ഥാനം തന്നിരിക്കുന്നവയിൽ ഓപ്ഷൻ എ കർണാടക. ഇന്ത്യൻ ഭരണഘടനയിലെ നിയമവാഴ്ച എന്ന ആശയം ഏത് വിദേശ ഭരണഘടനയുടെ സ്വാധീനത്താൽ ഉൾപ്പെടുത്തിയതാണ്? നിയമവാഴ്ച എന്ന ആശയം ഓപ്ഷൻ സി ബ്രിട്ടൻ്റെ ഭരണഘടനയുടെ സ്വാധീനത്തിൽ ഉൾപ്പെടുത്തിയതാണ്. ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളെ ഭരണഘടനാപരമായ അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയും. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം? അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ രാഷ്ട്രപതി ഉത്തരവ് നൽകുന്നു. സുപ്രീം കോടതി വിചാരണയെ തുടർന്ന് അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നു. പാർലമെൻറ്റിൻ്റെ 2/3 ഭൂരിപക്ഷ പ്രമേയം ആവശ്യമാണ്. ശരിയായത് ഏതെല്ലാം? ഓപ്ഷൻ എ 1ഉം 3ഉം മാത്രമാണ് ശരിയായത്. ക്രിമിനൽ പ്രൊസീജിയർ കോഡ് CRPCക്ക് പകരമായി വന്ന ഇന്ത്യൻ ശിക്ഷാ നിയമം ഏത്? CRPCക്ക് പകരമായി വന്ന ഇന്ത്യൻ ശിക്ഷാ നിയമം ഓപ്ഷൻ ബി ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. നാറ്റോ സൈനിക സഖ്യത്തിൻ്റെ സെക്രട്ടറി ജനറൽ ആരാണ്? നാറ്റോയുടെ സെക്രട്ടറി ജനറൽ ഓപ്ഷൻ എ ജെൻസ് സ്റ്റോൾട്ടൻബർഗ്. താഴെ പറയുന്ന 2 പ്രസ്താവനകൾ പരിഗണിക്കുക. കേരള ഭൂപരിഷ്കരണ നിയമം പാസാക്കിയപ്പോൾ മുഖ്യമന്ത്രി ശ്രീ പട്ടം താണുപിള്ള ആയിരുന്നു. 1963 കേരള ഭൂപരിഷ്കരണ നിയമത്തിൽ ഭൂ ഉടമസ്ഥതയിൽ പരിധി നിശ്ചയിക്കൽ, മിച്ചഭൂമികൾ നൽകൽ, കുടിയാനാധാരം നിർത്തലാക്കൽ, കൃഷി ചെയ്യുന്ന കുടിയാന്മാർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകൽ എന്നിവയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു. ഓപ്ഷൻ ഡി 1 തെറ്റ് 2 ശരി. കാലക്രമത്തിൽ എഴുതുക. MGNREGS, JRY, SGRY, IRDP. ഓപ്ഷൻ സി 4 2 3 1. IRDP, JRY, SGRY, MGNREGS ഇങ്ങനെയാണ് കാലക്രമത്തിൽ എഴുതുമ്പോൾ വരുന്നത്. 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. നെൽവയൽ എന്നതിൽ ചിറകളും ചാലുകളും കുളങ്ങളും കൈത്തോടുകളും ഉൾപ്പെടുന്നു. ജില്ലാതല അധികൃത സമിതി രൂപീകരിക്കുന്നത് ജില്ലാ കളക്ടറാണ്. പ്രാദേശിക നിരീക്ഷണ സമിതിയുടെ കാലാവധി രൂപീകരണ തീയതി മുതൽ 5 വർഷമായിരിക്കും. പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ കൺവീനർ വില്ലേജ് ഓഫീസറാണ്. തെറ്റായ പ്രസ്താവന ഓപ്ഷൻ എ
3ഉം 4ഉമാണ് തെറ്റായ പ്രസ്താവനകൾ. ഭരണഘടനാ അനുച്ഛേദവും അനുബന്ധ കമ്മീഷനും കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. 1, 4 അനുച്ഛേദം 315 സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ. 2, 3 അനുച്ഛേദം 243 കെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. 3, 2 അനുച്ഛേദം 243 ഐ സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. 4, 1 അനുച്ഛേദം 338 ദേശീയ പട്ടികജാതി കമ്മീഷൻ. വനിതാ ശിശുക്ഷേമ വകുപ്പ് സ്ത്രീകളുടെ സുരക്ഷയ്ക്കായും ക്ഷേമത്തിനായും നടപ്പിലാക്കിയ പദ്ധതികൾ തിരഞ്ഞെടുക്കുക. അഭയകിരണം, മംഗല്യ, ആശ്വാസനിധി, സഹായഹസ്തം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. എല്ലാം ശരിയാണ്. ഇന്ത്യയിൽ ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയ സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായി ജല ബഡ്ജറ്റ് തയ്യാറാക്കിയത് ഓപ്ഷൻ ബി കേരളം. കേരളത്തിലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി. ഓപ്ഷൻ എ നവജീവൻ. ഏത് ഗ്രന്ഥിയാണ് മനുഷ്യരീരത്തിലെ ഉറക്കരീതികളെ നിയന്ത്രിക്കുന്നത്? ഇത് ബോഡി ക്ലോക്ക് എന്നറിയപ്പെടുന്നു. ഓപ്ഷൻ ബി പീനിയൽ ഗ്രന്ഥി. താഴെ പറയുന്നവയിലേതാണ് നിയാസിൻ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ? നിയാസിൻ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഓപ്ഷൻ സി വിറ്റാമിൻ ബി. ചിക്കൻ പോക്സ് വൈറസിൻ്റെ ശാസ്ത്രീയ നാമം ഏതാണ്? ചിക്കൻ പോക്സ് വൈറസിൻ്റെ ശാസ്ത്രീയ നാമം ഓപ്ഷൻ ഡി വാരിസെല്ല സോസ്റ്റർ. ശരീരത്തിലെ കാർബോഹൈഡ്രേറ്റിൻ്റെ പ്രധാന പ്രവർത്തനം എന്താണ്? കാർബോഹൈഡ്രേറ്റിൻ്റെ പ്രധാന പ്രവർത്തനം ഓപ്ഷൻ എ ഊർജം നൽകുക. 3R തത്വത്തിൻ്റെ ശരിയായ ക്രമം ഏതാണ്? ഓപ്ഷൻ സി കുറയ്ക്കുക, വീണ്ടും ഉപയോഗിക്കുക, റീസൈക്കിൾ ചെയ്യുക. എല്ലുകളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന ഇലാസ്റ്റിക് ടിഷ്യൂ ഡാഷ് ആണ്. ഓപ്ഷൻ ഡി ലിഗ്മെൻറ്റുകൾ. താഴെ പറയുന്നവയിൽ അനിയന്ത്രിതമായ കോശവളർച്ച മൂലമുണ്ടാകുന്ന രോഗം. അനിയന്ത്രിതമായ കോശവളർച്ച മൂലമുണ്ടാകുന്ന രോഗം ഓപ്ഷൻ എ ക്യാൻസർ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിൽ നിന്ന് പ്രയോജനം നേടാൻ യോഗ്യരായവർ താഴെ പറയുന്നവരിൽ ആരാണ്? ഓപ്ഷൻ എ ഏതെങ്കിലും ഗ്രാമീണ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങൾ. ഭൂഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണത്തിൻ്റെ കൂടിയ വില അനുഭവപ്പെടുന്നത് എവിടെ? ഓപ്ഷൻ ബി ധ്രുവങ്ങളിൽ. മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്ന രീതി ഏതാണ്? ഓപ്ഷൻ എ വികിരണം. മനുഷ്യൻ്റെ ശ്രവണപരിധി. മനുഷ്യൻ്റെ ശ്രവണപരിധി ഓപ്ഷൻ സി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. ഇന്ത്യയുടെ മൂന്നാമത് ചാന്ദ്രദൗത്യമായ ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചതെന്ന്? ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചത് ഓപ്ഷൻ ബി 14 ജൂലൈ 2023. ബഹിരാകാശത്ത് കൂടുതൽ സമയം ചെലവഴിച്ച ആദ്യ ഇന്ത്യൻ വനിത ആര്? ബഹിരാകാശത്ത് കൂടുതൽ സമയം ചെലവഴിച്ച ആദ്യ ഇന്ത്യൻ വനിത ഓപ്ഷൻ ബി സുനിത വില്യംസ്. ഓസോൺ പാളിയിൽ വിള്ളലുണ്ടാക്കുന്ന വാതകം. ഓസോൺ പാളിയിൽ വിള്ളലുണ്ടാക്കുന്ന വാതകം ഓപ്ഷൻ ഡി ക്ലോറോഫ്ലൂറോ കാർബൺ. STPയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിൻ്റെയും ഒരു മോളിന് ഉണ്ടായിരിക്കേണ്ട വ്യാപ്തം? ഓപ്ഷൻ സി 22.4 L. വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി മൈക്കൽ ഫാരഡേ. പുതുതായി കണ്ടുപിടിച്ച അറ്റോമിക് നമ്പർ 118 ഉള്ള മൂലകത്തിൻ്റെ പേര്? ഓപ്ഷൻ എ ഓഗനേസിൻ. ആറ്റം എന്ന പദം നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞനാര്? ആറ്റം എന്ന പദം നിർദ്ദേശിച്ചത് ഓപ്ഷൻ സി ഡെമോക്രിറ്റസ്. കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖമാസിക ഏത്? കേരള സംഗീത നാടക അക്കാദമിയുടെ മുഖമാസിക ഓപ്ഷൻ എ കേളി. കുമാരനാശാൻ്റെ പേരിലുള്ള സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കുമാരനാശാൻ്റെ പേരിലുള്ള സ്മാരകം ഓപ്ഷൻ ബി തോന്നയ്ക്കൽ.
മലയാളത്തിലെ ആദ്യ ചെറുകഥയായ വാസനാവികൃതി ഏത് മാസികയിലാണ് പ്രസിദ്ധീകരിച്ചത്? ഓപ്ഷൻ ബി വിദ്യാവിനോദിനി. വയനാട് ദേശം പശ്ചാത്തലമായി വരുന്ന ഷീല ടോമിയുടെ നോവൽ ഏത്? ഓപ്ഷൻ സി വല്ലി. ഭാർഗവി നിലയം എന്ന മലയാള സിനിമയ്ക്ക് ആധാരമായ ചെറുകഥയുടെ പേര്? ഓപ്ഷൻ ബി നീലവെളിച്ചം. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ മലയാളിയാണ് മാനുവൽ ഫ്രെഡറിക്സ്. ഒളിമ്പിക്സ് സെമിഫൈനലിലെത്തിയ ആദ്യ മലയാളി വനിതയാണ് ഷൈനി വിൽസൺ. PT ഉഷയാണ് ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ ഇന്ത്യൻ വനിത. പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? ഓപ്ഷൻ ഡി. തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും ശരിയാണ്. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന കായിക ബഹുമതിയാണ് അർജുന അവാർഡ്. 2023 അർജുന അവാർഡ് ലഭിച്ച ലോങ് ജംപ് താരമാണ് മുരളി ശ്രീശങ്കർ. 2023 അർജുന അവാർഡ് ലഭിച്ച ക്രിക്കറ്റ് താരമാണ് മുഹമ്മദ് ഷമി. പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? ഓപ്ഷൻ ബി ആണ് ശരിയായത്. 2ഉം 3ഉം പ്രസ്താവനകളാണ് ശരിയായ പ്രസ്താവനകൾ. മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡാണ് ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന കായിക ബഹുമതി. കമ്പ്യൂട്ടറിൻ്റെ ഇൻപുട്ട് ഉപകരണങ്ങളിൽ ഉൾപ്പെടാത്തത്? കീബോർഡ്, ട്രാക്ക് ബോൾ, പ്ലോട്ടർ, ബാർകോഡ് റീഡർ. ഓപ്ഷൻ സി പ്ലോട്ടർ. GPS-ൻ്റെ പൂർണ്ണരൂപം? GPS-ൻ്റെ പൂർണ്ണരൂപം ഓപ്ഷൻ ഡി ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. വെബ് ബ്രൗസറിന് ഉദാഹരണമല്ലാത്തത്? സഫാരി, ഒപ്പേര, ഫയർഫോക്സ്, കുക്കി. ഓപ്ഷൻ ഡി കുക്കി. മൈക്രോസോഫ്റ്റിൻ്റെ പുതിയ AI സംവിധാനം? മൈക്രോസോഫ്റ്റിൻ്റെ AI സംവിധാനം ഓപ്ഷൻ ബി കോപൈലറ്റ്. താഴെ പറയുന്നവയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പൊതുവായ ഭാഷ ഏതാണ്? ഓപ്ഷൻ എ പൈത്തൺ. ഒരു വ്യക്തിക്ക് വിവരാവകാശ നിയമം 2005 പ്രകാരം തൊഴിലിടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നോ വിവരം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആരെയാണ് സമീപിക്കേണ്ടത്? ഓപ്ഷൻ ബി പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. 2012 പോക്സോ നിയമം ബാധകമാകുന്നത്? ഓപ്ഷൻ എ ഇന്ത്യ മുഴുവൻ. കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന കാര്യം പോലീസ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് എപ്പോഴാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? ഓപ്ഷൻ ബി റിപ്പോർട്ട് ലഭിച്ച 24 മണിക്കൂർ. ഏത് അന്താരാഷ്ട്ര സംഘടനയാണ് കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്നത്? ഓപ്ഷൻ സി യൂണിസെഫ്. ഗാർഹിക പീഡന നിയമം 2005 ഗാർഹിക പീഡനം എന്നാൽ എന്താണ്? ഓപ്ഷൻ ഡി എ, ബി ആൻഡ് സി. സാമ്പത്തിക ദുരുപയോഗം, ശാരീരികമായി ബുദ്ധിമുട്ടിക്കുക, ലൈംഗികമായി ബുദ്ധിമുട്ടിക്കുക. ഗാർഹിക പീഡന നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ഏതാണ് ഉൾപ്പെടാത്തത്? ഓപ്ഷൻ എ തൊഴിലിടം. ഏത് വർഷമാണ് പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം നിലവിൽ വന്നത്? ഓപ്ഷൻ സി 1989. അടുത്ത മാത്സ് ചോദ്യങ്ങൾ. 2n-2n-2 = 96 ആയാൽ n-ൻ്റെ വില എന്താണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇവ ഒന്നുമല്ല. സ്ക്വയർ റൂട്ട് ഓഫ് 1 + 3 + 5 + 7 + ഡാഷ് പ്ലസ് 101ൻ്റെ വില എത്രയായിരിക്കും? ഓപ്ഷൻ ബി 101. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരി ഏത്? ഓപ്ഷൻ സി 2, 4 ശരി. 1 മുതൽ 100 വരെ ആകെ 25 അഭാജ്യ സംഖ്യകളുണ്ട്. അഭാജ്യ സംഖ്യകളിൽ ഒരു ഇരട്ട സംഖ്യ ഉണ്ട്. 3, 9, 15 ഡാഷ് എന്ന ശ്രേണിയിലെ ആദ്യത്തെ 30 പദങ്ങളുടെ തുക അതിനടുത്ത 30 പദങ്ങളുടെ തുകയിൽ നിന്ന് കുറച്ചാൽ എത്ര കിട്ടും? ഓപ്ഷൻ എ 5,40,000. തുടർച്ചയായ 5 ഒറ്റ സംഖ്യകൾ ആണ് A, B, C, D, E. താഴെ തന്നിരിക്കുന്നതിൽ ഏതായിരിക്കും ഇവയുടെ ശരാശരി? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 3ഉം ശരിയാണ്. 250 മീറ്റർ 320 മീറ്റർ നീളമുള്ള എതിർദിശയിൽ സഞ്ചരിക്കുന്ന 2 തീവണ്ടികളുടെ വേഗത മണിക്കൂറിൽ 60 കിലോമീറ്റർ 50 കിലോമീറ്റർ എന്നീ ക്രമത്തിലാണ്. രണ്ടും പരസ്പരം കടന്നുപോകാൻ എത്ര സമയം വേണ്ടിവരും? ഓപ്ഷൻ ഡി
18.6 സെക്കൻഡ്. 4⁸88 പ്ലസ് 4⁸88 പ്ലസ് 4⁸88 പ്ലസ് 4⁸88 ഈസ് ഈക്വൽ ടു 4k ആയാൽ കെയുടെ വില എത്ര? ഓപ്ഷൻ എ 89. ഒറ്റയാൻ ആര്? ഓപ്ഷൻ സി 5:25:9. ഒരു ദിവസത്തിൽ ഒരു ക്ലോക്കിലെ സമയവും പ്രതിബിംബത്തിലെ സമയവും എത്ര തവണ തുല്യമാകും? ഓപ്ഷൻ ബി 4. ഇൻറ്റു എന്ന ചിഹ്നം പ്ലസിനെയും പ്ലസ് ചിഹ്നം ഹരണത്തെയും മൈനസ് ചിഹ്നം ഇൻറ്റുവിനെയും ഹരണം ചിഹ്നം മൈനസിനെയും സൂചിപ്പിച്ചാൽ താഴെ തന്ന പ്രസ്താവനയിൽ തെറ്റേത്? ഓപ്ഷൻ ഡി 6 × 4 മൈനസ് 5 പ്ലസ് 2/3 ഈസ് ഈക്വൽ ടു 12. അടുത്ത ഇംഗ്ലീഷ് ചോദ്യങ്ങൾ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസ് യൂസ് കറക്റ്റ് സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റ്? ഓപ്ഷൻ എ ദ ടീം പ്ലേസ് വെൽ ടുഗദർ. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഫ്രം ഡയറക്റ്റ് ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഡയറക്റ്റ് സ്പീച്ച്: ഐ വിൽ അറ്റൻഡ് ദ മീറ്റിംഗ് ടുമാറോ. ഷീ സെഡ്. ഓപ്ഷൻ ബി ഷീ സെഡ് ദാറ്റ് she would attend the meeting the following day. Identify the part of speech of the underlined word in the sentence below. She danced gracefully in the spotlight during the performance. Option B adverb. Choose the correct question tag for the following sentence. You have finished your homework dash question mark. Option A haven't you. Identify the sentence that has been correctly transformed from active voice to passive voice. I write a letter. Option A. A letter is written by me. Which of the following words is a synonym for vivid? Option B. Vivacious. Choose the antonym of the word urban. Option C. Rural. Identify the word that means the opposite of excessive. Option C. Moderate. Which word is most similar to resilient? Option B. Flexible. Find the one word for the statement that choose not to use a vote either in favor of or against something. Option D. Abstain. അടുത്ത മലയാളം ചോദ്യങ്ങൾ. കച്ച കെട്ടുക എന്ന പ്രയോഗത്തിൻ്റെ ആശയം താഴെ പറയുന്നവയിൽ നിന്നും എടുത്തെഴുതുക. ഓപ്ഷൻ ബി സന്നദ്ധനാകുക. അലയാഴി എന്ന പദം പിരിച്ചെഴുതിയാൽ? ഓപ്ഷൻ ബി അല പ്ലസ് ആഴി. തലമുടി എന്ന അർത്ഥം വരാത്ത പദം ഏതാണ്? ഓപ്ഷൻ ഡി തുഹിനം. താഴെ കൊടുത്തവയിൽ ശരിയായ പദങ്ങൾ ഏവ? ഓപ്ഷൻ സി 1ഉം 3ഉം ശരിയാണ്. ഉത്തരവാദിത്വം, കൃതജ്ഞത. ഒറ്റപദം എഴുതുക. ഉചിതമായ സ്ഥിതി. ഓപ്ഷൻ എ ഔചിത്യം. ഹൃദം എന്ന പദത്തിൻ്റെ വിപരീത പദം താഴെ കൊടുത്തവയിൽ ഏതാണ്? ഓപ്ഷൻ സി അൻഹൃതം. 4-5 എന്ന പദം ശരിയായി വിഗ്രഹിക്കുന്നതെങ്ങനെ? ഓപ്ഷൻ ബി 4ഓ 5ഓ. ചേർത്തെഴുതുക. കൽ പ്ലസ് മതം. ഓപ്ഷൻ ഡി കന്മതം. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന ആശയം വരുന്ന മലയാളം ചൊല്ല് ഏതാണ്? ഓപ്ഷൻ ബി സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. താഴെ പറയുന്നവയിൽ സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ ഡി അധ്യാപികമാർ. മേൽപ്പറഞ്ഞ ഉത്തരങ്ങളെല്ലാം തന്നെ കേരള PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരങ്ങളാണ്. ഉത്തരങ്ങളിൽ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ കേരള PSC അത് ഫൈനൽ ആൻസർ കീയിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.